ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ് കേട്ടോ. നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാടത്ത് കൃഷി ചെയ്തതാണ് കേട്ടോ, നമ്മൾ കൃഷി ചെയ്തതല്ല കേട്ടോ. നമുക്ക് ചീരയുടെ കൂടെ നമുക്ക് വേറെ വെജിറ്റബിളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ചീര മാത്രമല്ല കേട്ടോ അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല റോസ് കളർ തണ്ടോടുകൂടിയ ചീരയാണ്. അപ്പോൾ നമ്മൾ ചീരയുടെ തണ്ടും ഇലയൊക്കെ നമ്മൾ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീരയുടെ തണ്ടിന് വേവ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കതിനുള്ള അരപ്പും കൂടി നമുക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 10-12 കുരുമുളക്, ഒരു 2-3 വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും നമുക്ക് അരപ്പിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീര തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുകിന് പകരം നമുക്ക് നമ്മുടെ അരി നമുക്ക് ഇട്ട് പൊട്ടിച്ചാലും നമ്മുടെ ചീര തോരന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അരിയൊന്നും ഇടുന്നില്ല, നമ്മൾ കടുക് തന്നെയാണ് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചീരത്തണ്ടെന്ന് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. രണ്ടിനും 2 വേവായതുകൊണ്ടാണ് കേട്ടോ രണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു ചീരത്തണ്ടിന് ഒരല്പം വേവ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചീരത്തണ്ടിലേക്ക് ഈ സമയത്ത് നമ്മുടെ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ആവി കയറ്റിയെടുക്കണം കേട്ടോ. ഈ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചീരത്തണ്ടും വെന്ത് കിട്ടും. രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഒരല്പം വേവ് കൂടുതൽ ചീരത്തണ്ടിനായതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് പിന്നീട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ സമയത്താണ് നമ്മുടെ ചീരയുടെ ഇല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചീരയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 1-2 മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി ഒന്ന് നിറച്ചെടുക്കും കേട്ടോ. ഇത് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇട്ട ഉടനെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ചെയ്യുന്നത് ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി ഒന്ന് നിറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഈ ചീരയുടെ ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ അങ്ങോട്ട് കുറഞ്ഞങ്ങോട്ട് വരും കേട്ടോ. നിറഞ്ഞിരുന്ന ചീര ഇളക്കി വരുമ്പോൾ തന്നെ അങ്ങോട്ട് കുറഞ്ഞ് നമ്മുടെ ചീര അങ്ങോട്ട് ചുങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ അത് ആ വെന്ത് നമ്മൾ ഇളക്കി തീരുമ്പോൾ നമ്മുടെ ചീര ഇല വെന്തിരിക്കും. ആ ഒരു രീതിയാണല്ലോ നമ്മുടെ ഇലയ്ക്കൊക്കെ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചോറിന് നമുക്ക് വേറൊരു കറി ഇല്ലെങ്കിൽ നമ്മൾ ഈ ചീരത്തോരൻ തന്നെ കൂട്ടി നമുക്ക് ചോറുണ്ണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.